ഹലോ ഗായ്സ്, വെൽക്കം ടു മം ഓഫ് സോഹാൻ. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഒരു ഫസ്റ്റ് വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ട് ഇടാൻ പോണത് ഈ ചാനലിൽ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകതയായിട്ടൊന്നുമില്ല. അപ്പൊ ഇന്ന് നമ്മളൊരു മൂവി കാണാൻ പോവാണ്, ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് വിക്കി കൗശലിന്റെ പുതിയ മൂവി. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദുബായിൽ ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ട് വെച്ചൊരു ഷോ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം എന്താണ് ഞാനിപ്പോ ഈ ഒരു കോലത്തിൽ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 5:30 ഓഫീസ് കഴിഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്ന് പറയപ്പെടും, ഫ്ലേമി എന്നാണ് ആളുടെ പേര്. അവളുടെ റൂമിൽ 5:30 ഓഫീസ് കഴിഞ്ഞ് അവളുടെ റൂമിൽ പോവാ എന്ന് വിചാരിച്ചത്. പക്ഷെ അവൾക്ക് വേറെ എന്തോ തിരക്കായിട്ട് ഷൂട്ടും കാര്യങ്ങളായിട്ട് അവള് പുറത്തു പോയി. അവളിപ്പോ 7:30, അതായത് ഇപ്പൊ സമയം 7:30 ആണ്. 7:30ക്കാണ് റൂമിലെത്തിയത്. അപ്പൊ ഞാനിപ്പോ അവളുടെ റൂമിന് താഴെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വേണം മൂവിക്ക് പോവാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ, ഞാൻ അവളുടെ റൂമിൽ നിന്റെ വ്ളോഗിലല്ലേ കട്ട് ചെയ്യുള്ളൂ. ഇത് എന്റെ വ്ളോഗാണ്. ഞാൻ നേരത്തെ വന്ന് കയറിയപ്പം ഇടാൻ മറന്നുപോയി ഗൈസ്. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഞാൻ ഇട്ടതാണ്. ഇവളെ എന്നെ പീഡിപ്പിക്കുകയാണ്. ഞാൻ അതൊന്നും കാണിക്കണില്ല. നിന്റെ തിരുമോന്ത മാത്രമേ കാണിക്കണു. ഇത് എന്റെ വ്ളോഗാണ്. എന്ത് കട്ട് ചെയ്യണം എന്നുള്ള ഞാൻ തീരുമാനിക്കും. പൂതന. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ലുക്ക്. നമ്മൾ റെഡിയായി ഫ്ലെയിമിന്റെ റൂമിൽ പോയിട്ട് ഫുൾ ഫ്രഷപ്പ് ആയി. അപ്പോൾ ഞാനിപ്പം ഇവിടെ ഗുരേഷ് സെന്ററിൽ മൂവി കാണാൻ എത്തിയിട്ടുണ്ട്. ഫ്ലെയിമിക്ക് പാർക്കിംഗ് കിട്ടിയിട്ടില്ല. അപ്പൊ അവളുടെ മിനി കൂപ്പറിൽ ഇങ്ങനെ പാർക്കിംഗ് തപ്പി നടക്കാണ്. എനിക്ക് കാര്യമായിട്ട് പാർക്കിംഗ് കിട്ടിയിട്ടോ. ഓവറാക്കല്ല, എന്താ പറയണ്ടെന്നുള്ളത് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞാനിപ്പം അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൾക്ക് പാർക്കിംഗ് കിട്ടി എന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോൾ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പം അതുവരെ ഞാൻ ഇങ്ങനെ റീൽസും ഇതൊക്കെ കണ്ടോണ്ടിരിക്കട്ടെ. ഓക്കെ, അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അവർക്ക് പാർക്കിംഗ് കിട്ടിയിട്ട് പാർക്കിംഗ് കിട്ടി കഴിഞ്ഞപ്പോ എടുക്കാൻ പറഞ്ഞു. ഞാൻ വയല പാർക്കിംഗ് കിട്ടി, ഇവർക്ക് പാർക്കിംഗ് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ നമ്മളിവിടെ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി മൂവി കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഓക്കെ, മൂവി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനും ഫ്ലെമിങ് കൂടെ പെട്ടെന്ന് ഇറങ്ങി. ഓൾറെഡി 12 o'clock ആയിട്ടുണ്ടായി. അപ്പം അവള് പാർക്ക് ചെയ്തത് വേറെ ലെവലിലായിരുന്നു, ഞാൻ പാർക്ക് ചെയ്തത് വേറെ ലെവലിലായിരുന്നു. അപ്പം മൂവി കണ്ട് ഞങ്ങള് പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു. അന്ന് തിരിച്ച് മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് ഫൺ മൂവി. പിന്നെ നിങ്ങൾ കണ്ടു നോക്കൂ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു മൂവി നൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വ്ളോഗ് എടുത്തിട്ട് എനിക്ക് അധികം വലിയ പരിചയമില്ല. മേ ബി നെക്സ്റ്റ് വ്ളോഗിൽ ഇംപ്രൂവ് ആക്കാം. ഓക്കെ, അപ്പൊ പിന്നെന്താ പറയാ, പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം വീഡിയോ എന്ന് കുറെ പറയുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി ഞാൻ എന്താ ഇംപ്രൂവ് ചെയ്യണ്ടേന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും കമന്റ് ചെയ്യും. അപ്പം പോട്ടെ. അപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബൈ.